മഹത്തായ ഒരു സമരത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു സമരവും വിജയവുമായി മാത്രമല്ല കാണേണ്ടത്. കർഷകരുടെ ഒരു മഹത്തായ സമരം കുറച്ച് മുൻപ് രാജ്യതലസ്ഥാനം കണ്ടു. ആ സമരം ഒരു വർഷത്തിലധികം നീണ്ടുനിന്നു. ഒരു വലിയ സമരാനുഭവമായിരുന്നു അത് രാജ്യത്തിന് സമ്മാനിച്ചത്. ആ സമരത്തിൻ്റെ മുൻപിൽ ഒടുവിൽ പ്രധാനമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുട്ടുമടക്കേണ്ടി വന്നു. സമരം വലിയ മഹാവിജയമായി മാറി. ആ സമരത്തിൻ്റെ ഓർമ്മ ഉള്ളതുകൊണ്ടാവാം ഇപ്പോൾ ജന്തർ മന്ദറിൽ നടന്ന യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭം, ആ പ്രക്ഷോഭം കർഷക സമരത്തിൻ്റെ അത്ര നീണ്ടുപോകാതെ അതിനു മുൻപ് തന്നെ സർക്കാർ പരാജയം സമ്മതിച്ചതും മന്ത്രി രാജിവെച്ചതും. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത്തരമൊരു സമരത്തിന് വഴിവെച്ചതെങ്കിലും അത് ഈ സർക്കാരിൻ്റെ പൊതുവായ മനോഭാവത്തിനെതിരായ ഒരു ജനവികാരത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. ആ സമരം ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷ നൽകുന്ന സമരമാണ്. ജനവിരുദ്ധ നയങ്ങൾ തിരുത്തിക്കാനാവും. വലിയ സമരങ്ങളുടെ മുൻപിൽ ഈ സർക്കാർ മുട്ടുമടക്കേണ്ടി വരും എന്ന വ്യക്തമായ സന്ദേശം ഈ സമരം പകർന്നു നൽകുന്നുണ്ട്. സമരത്തിൽ അണിനിരന്നവരെയും സമരത്തെ പിന്തുണച്ചവരെയും എല്ലാം അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ഒത്തൊരുമയുടെ വിജയമാണ് ഈ സമരത്തിന് പിന്നിലെന്ന് പറഞ്ഞപ്പോഴും പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ആദ്യഘട്ടത്തിൽ ഈ സമരത്തിന് പിന്തുണ വരാൻ മടിച്ചു നിന്നിരുന്നു എന്നുള്ളത് സത്യം. അത് എല്ലാം നമ്മുടെ മുൻപിലുണ്ട്. സമരം തുടങ്ങിയപ്പോൾ തന്നെ അതിനെ പിന്തുണച്ചവരുണ്ട്. സംഘടനകളും പാർട്ടികളും മാത്രമല്ല, വ്യക്തികളും. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര രംഗങ്ങളിലുള്ളവർ അങ്ങനെ അല്ലാത്തവരൊക്കെ ഈ സമരത്തെ പിന്തുണച്ചവരുണ്ട്. അതെല്ലാം ചർച്ചാ വിഷയമാണ്. പക്ഷേ അറച്ചറച്ച് നിന്നവർക്കും ഒടുവിൽ സമരത്തെ പിന്തുണയ്ക്കേണ്ടി വന്നു. ഞാനതിനിപ്പോൾ ആരെയും പരിഹസിക്കാനോ വിമർശിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ഒരിക്കലും ഉണരാതിരിക്കുന്നതിലും നല്ലത് വൈകി ഉണരുന്നതാണ്. അവർക്കിതും ഒരു പാഠമാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും നമ്മുടെ രാജ്യം കൂട്ടായി പൊരുതി നേടിയ ഒരു വിജയമാണ്. സമരം തുടങ്ങി വെച്ചവർക്കും തുടക്കം മുതൽ തന്നെ ഒരുമിച്ച് നിന്നവർക്കുമെല്ലാം ഈ രാജ്യം അഭിനന്ദനം രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു വൈറ്റ് പേപ്പർ പോലെ വ്യക്തമാണ്. അതിൽ അവകാശവാദങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷേപങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഒന്നും അടിസ്ഥാനമില്ല. എല്ലാം പകലുപോലെ വ്യക്തമാണ്. CJP ഇപ്പോൾ നന്ദി അറിയിച്ചത് SFI, ASF അടക്കമുള്ള സംഘടനകൾ. ഈ കോൺഗ്രസിനോ അല്ലെ KSU അങ്ങനെയുള്ള ഒരു സംഘടനക്കും ഒരു നന്ദി CJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ മഹാവിജയമാണ്. അപ്പോൾ തുടക്കം മുതൽ CJPയോടൊപ്പം ഈ സമരമുഖത്ത് അടിയുറച്ച് നിൽക്കുകയും എല്ലാ ആക്രമണങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തവരാണ് SFIയും ഐസയും AESFും അങ്ങനെയുള്ള സംഘടനകളെല്ലാം. അപ്പോൾ ആർക്ക് നന്ദി പറയണമെന്നും ആരെ ചേർത്ത് പിടിക്കണമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അതവർ ചെയ്തു. ഞാൻ ഇത് മറ്റൊരു നിലയിൽ വിമർശനം ഉന്നയിക്കാനൊന്നും ഈ അവസരം ഉപയോഗിക്കുന്നില്ല. CJP ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ ഈ രാജ്യം ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട നിലപാടുകളാണ്. ഇടതുപക്ഷ പ്രസ്ഥാനവും ആ നിലപാടുകൾ സ്ഥിരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു മടിയോ ഒരു സംശയമോ ഒരു ആശങ്കയോ ഒന്നും ഉണ്ടായില്ല. ഈ സമരം തുടങ്ങുമ്പോൾ തന്നെ ഒരുമിച്ച് നിന്ന് പൊരുതണം എന്ന് തീരുമാനിക്കുകയും CPMൻ്റെ നേതൃത്വം ആകെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വം ആകെ അവിടെ ഉണ്ടായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അവിടെ സമരത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച ആളല്ലേ. അപ്പോൾ അതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. ഇതിൽ വേറൊന്നുമില്ല. അല്ല, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതിനെല്ലാവരും സന്നദ്ധമാവണം. ഈ സമരം ആ ഒത്തൊരുമയുടെ പാഠം കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. മറ്റൊരു കാര്യം, ഈ EDയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയന് സമൻസ് അയക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നത്. അല്ല, അദ്ദേഹം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല. EDയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം ഇതിനോടകം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പുതുതായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.